അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആനിലെ 18ാമത്തെ സൂറത്താകുന്ന അൽ കഹ്ഫ് സൂറത്തിലെ ഗുഹാവാസികളുടെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അക്രമിയായ രാജാവിൻ്റെ അക്രമത്തെ ഭയന്ന് ഈമാൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി 7 യുവാക്കൾ ആ നാട്ടിൽ നിന്നും നാടുവിട്ട് ഒരു വലിയ ഗുഹയിൽ അഭയം പ്രാപിക്കുകയായിരുന്നു. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത്. അങ്ങനെ ആ ഗുഹയിൽ അവർ അകപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗുഹയിൽ കയറിയ 7 യുവാക്കളെയും അല്ലാഹു ഉറക്കിക്കളഞ്ഞു എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. 1-2 വർഷമൊന്നുമല്ല, അല്ലാഹു തആല പറയുന്നത് 309 വർഷം, 300 വർഷവും പിന്നെ 9 വർഷവും കൂടി എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം വർഷം ആ ഗുഹയിൽ അവർ കിടന്നുറങ്ങിയപ്പോൾ അവരുടെ ശരീരത്തിന് യാതൊരുവിധമായ കേടുപാടുകളും സംഭവിക്കാതെ അല്ലാഹു എങ്ങനെയാണ് അവരെ സംരക്ഷിച്ചത് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരും. സൂര്യൻ ഉദിക്കുമ്പോൾ അവരുടെ ഗുഹയെയും വിട്ടിട്ടത് വലതുഭാഗത്തേക്ക് മാറിപ്പോകുമായിരുന്നു. അവർ ആ ഗുഹയിലുള്ളപ്പോൾ തന്നെ സൂര്യൻ അസ്തമിക്കുമ്പോൾ അത് ഇടതുഭാഗത്തെ വിട്ടുകടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സൂര്യൻ്റെ രശ്മികൾ കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കാവശ്യമായ പ്രകാശം നൽകുകയും എന്നാൽ ആ സൂര്യപ്രകാശം അധികമാകാതെ ആ സൂര്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഉദയസമയത്തും അസ്തമയ സമയത്തും കൃത്യമായ നിർദ്ദേശം അതിന് കൊടുത്തുകൊണ്ട് അവർക്കാവശ്യമായ വായുവും വെളിച്ചവും കൊടുക്കുവാനും എന്നാൽ ഇത് അമിതമായി പോകാതിരിക്കാനുമൊക്കെ അല്ലാഹു തആല സൂര്യന് നിർദ്ദേശം കൊടുത്തു എന്നാണ് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല വതഹ്സബുഹും അയ്ഖാലം വഹും റുഖൂദ്, നബിയെ, അവരെ കാണുമ്പോൾ കാണുന്നവർക്ക് അവർ ഉറങ്ങുകയാണെന്നല്ല തോന്നുന്നത്. ഐഖാല, അവർ ഉണർന്നിരിക്കുന്നവരായിട്ട് തോന്നും. അതായത് ഇവിടെ പലരും പറയുന്ന മുഫസ്സിരീങ്ങൾ അവരുറങ്ങിയപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നിരുന്നു എന്നാണ്. വാസ്തവത്തിൽ വഹും റുഖൂദ്, അവർ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ അവർ ഉറങ്ങുന്ന സന്ദർഭത്തിൽ പോലും ആരെങ്കിലും അവരെ കണ്ടാൽ ആ 7 യുവാക്കൾ ഉണർന്നിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഏത് രീതിയിലാണ് സംരക്ഷിച്ചത്? വനുഖല്ലിബുഹും ദാത്തൽ യമീനി വ ദാത്തശ് ശിമാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നമ്മൾ അവരെ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും ഇങ്ങനെ ചരിച്ചു മറിച്ചുകൊണ്ടേയിരുന്നു. നമ്മൾ ദോശക്കല്ലിൽ ദോശ മറിക്കുന്നത് പോലെ വനുഖല്ലിബുഹും, നമ്മൾ അവരെ ഇങ്ങനെ മറിച്ചു. ദാത്തൽ യമീനി വ ദാത്തശ് ശിമാലി, വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും ഇങ്ങനെ തിരിച്ചും മറിച്ചും അവരെ നമ്മൾ കിടത്തിയിരുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ് വകൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽ വസീദ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അവർ ഗുഹയിലേക്ക് പോകുമ്പോൾ അവരോടൊപ്പം ഒരു നായയും കൂടിയിരുന്നു. ഖിത്മീർ എന്നാണ് ആ നായയുടെ പേരെന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇവർ ആ ഗുഹയിൽ കിടന്നുറങ്ങുമ്പോൾ അവർക്ക് പ്രൊട്ടക്ഷനായി, അവർക്ക് കാവലായി ആ നായ ആ ഗുഹാമുഖത്ത് അതിൻ്റെ കൈകൾ ഇങ്ങനെ വിരിച്ച് അതും അവിടെ കിടന്നിരുന്നു. അതിൻ്റെയും കണ്ണുകൾ തുറന്നു വെച്ചായിരുന്നു അതും ഉറങ്ങിയിരുന്നത്. പ്രിയമുള്ളവർ, ഇങ്ങനെ വളരെ അത്ഭുതകരമായ നിലയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുഹാവാസികളെ സംരക്ഷിച്ചത്. അല്ലാഹു പറയുന്നു, വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീൻ. അവർ ആ വലിയ ഗുഹയിൽ 300 വർഷം ഉറങ്ങി. വസ്ദാദു 9 വർഷവും കൂടിയിട്ട് അവർ വർദ്ധിപ്പിച്ചു. ഇതിന് 309 എന്ന് പറയാൻ അല്ലാഹു തആല പ്രത്യേകമായൊരു ശൈലിയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയുള്ളത്, ചന്ദ്രവർഷം എന്ന് പറയുന്നത് സൗരവർഷത്തേക്കാൾ ഒരു വർഷം വരുമ്പോൾ 11, 12, 13 ദിവസം കൂടുതൽ വരികയാണ് ചെയ്യുന്നത്. അതായത് സൗരവർഷം 100 വർഷമാകുമ്പോൾ ചന്ദ്രവർഷം 103 വർഷമാകും. അപ്പോൾ സൗരവർഷം 300 വർഷമാകുമ്പോൾ ചന്ദ്രവർഷം അനുസരിച്ച്
309 വർഷമാകുന്നു. ചന്ദ്രവർഷമനുസരിച്ച് ആ ഗുഹാവാസികൾ 309 വർഷക്കാലം ആ ഗുഹയിൽ കിടന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ അവർ ഉറങ്ങി. അവർ 309 വർഷത്തിന് ശേഷം അവർ ഉണർന്നു. അള്ളാഹു അവരെ ഉണർത്തി. പരസ്പരം അവർ നോക്കിയൊക്കെ ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവസാനം അവരെഴുന്നേറ്റു. നമ്മൾ ഒരു ദിവസം ഉറങ്ങിയെന്ന് ആ കൂട്ടത്തിൽ ചിലർ പറഞ്ഞു. അല്ല, നമ്മൾ ഒരു ദിവസത്തിൻ്റെ പകുതിയെ ഉറങ്ങിയുള്ളൂ എന്ന് ചില ആളുകൾ പറഞ്ഞു. കാലു ലബിസ്ന യൗമൻ ഔ ബഅദ യൗം. അങ്ങനെ അവർ തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവർ പറഞ്ഞു, നമുക്ക് നല്ല വിശപ്പുണ്ട്, നമുക്ക് മാർക്കറ്റിലേക്ക് പോകാം, നമുക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അതിൽ ഒരാളെ അവർ മാർക്കറ്റിലേക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്ന നാണയങ്ങളുമായിട്ട് വിടുകയാണ്. മാർക്കറ്റിൽ ചെന്ന് ഭക്ഷണം വാങ്ങിച്ചിട്ട് ഈ മനുഷ്യൻ കൊടുത്ത നാണയങ്ങൾ കണ്ട് കടക്കാരൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഏകദേശം ഒരു 309 വർഷം മുമ്പുള്ള നാണയങ്ങളാണ്. അങ്ങനെ അദ്ദേഹം അത് വേണ്ടപ്പെട്ടവരെ അറിയിക്കുന്നു. 309 വർഷം മുമ്പുള്ള വസ്ത്രം ധരിച്ച ആ നാണയങ്ങളുമായിട്ട് വന്നു. വർത്തമാനം രാജാവിൻ്റെ സവിധത്തിലെത്തുന്നു. രാജാവ് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം കേട്ട് അത്ഭുതം കൂറി ഈ ഗുഹയിലുള്ള മറ്റുള്ളവരെയും കൂടി കാണാൻ വരികയാണ്. ഈ അത്ഭുത മനുഷ്യരെ കാണാൻ രാജാവും പരിവാരങ്ങളും നാട്ടുകാരും എല്ലാവരും അവിടെ വരികയാണ്. 309 വർഷം ഉറങ്ങിയ ഈ അത്ഭുത മനുഷ്യരെ കാണാൻ അവിടെ വന്നു. അവരെ ആദരിക്കുന്നു. അവരോട് നിങ്ങൾ വരാൻ, നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരാമെന്ന് പറയുമില്ല, ഞങ്ങൾ ഈ ഗുഹയിൽ തന്നെ കഴിഞ്ഞോളാമെന്ന് അവർ പറയുന്നു. അപ്പോൾ തന്നെ അല്ലാഹു തആല അവർക്ക് മരണവും നൽകി എന്നാണ് പറയുന്നത്. നമുക്കറിയാം, തുർക്കി ജോർദാനിലെ അമ്മാനിൽ ഇന്നും ആ ഗുഹയുണ്ട്. ഗുഹാവാസികളുടെ കബറിടങ്ങളും ഒക്കെയുണ്ട്. പ്രിയമുള്ളവരെ, ഏതായാൽ തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മൊത്തത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നാടുവിട്ട ചെറുപ്പക്കാർ. ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ ആ വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പ്രിയമുള്ളവരെ അവർ നാടുവിട്ടപ്പോൾ അല്ലാഹു തആല അവരെ സംരക്ഷിച്ചു. ലോകത്ത് വലിയ ഒരു അത്ഭുതമാക്കി അള്ളാഹു അവരെ ഇന്നും നമ്മുടെ മുന്നിൽ ഒരു മാതൃകയാക്കിക്കൊണ്ട് അള്ളാഹു നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസ സംരക്ഷണം എല്ലാത്തിനേക്കാളും വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ കഹ്ഫിലെ അടുത്ത 4 ചരിത്രങ്ങളാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. അടുത്ത ചരിത്രം നമുക്ക് വീണ്ടും പഠിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ഇൽമിൽ പങ്കാളികളാവുക. ദുആ ചെയ്യും. ദുആ വസിയ്യത്തോടു കൂടി നിർത്തുന്നു. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.